എന്നത് നമ്മളെ തേടി വരുന്ന സുഹൃത്തല്ല, മറിച്ച് പരിശ്രമങ്ങളിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. ഇത് വിജയിക്കാൻ പരിശ്രമിക്കുന്ന സ്ത്രീകളുടെ വേദി റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ അതിഥി, എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു പേഴ്സണാലിറ്റിയെ നേരിട്ട് കാണാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ. അതായത് നൃത്തം എന്ന കലാരൂപത്തെ ഉപാസിക്കുന്ന, നൃത്തത്തിൽ തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒരു അതുല്യ, ഒരു അനുഗ്രഹീത നർത്തകിയാണ് നമുക്ക് ഇന്ന് റെഡ് കാർപ്പറ്റിൽ വരുന്നത്. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മേതിൽ ദേവിക. നമസ്കാരം ചേച്ചി, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സോ ഞാനിങ്ങനെ എൻ്റെ ഇൻട്രോയിൽ പറയായിരുന്നു, എനിക്ക് പേഴ്സണലി നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം ഇന്ന് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ചേച്ചി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളൊക്കെ തന്ന് അങ്ങനെ അതെ കുഞ്ഞു മറുപടികളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് കൊണ്ടുപോകാമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, യെസ്. ഇത്രയും പാഷനേറ്റ് ആയിട്ട് നൃത്തത്തെ കാണുന്ന ഒരാളാണ് ചേച്ചി. അപ്പോൾ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ ആ മേതിൽ ദേവിക എന്ന് ഓർക്കുമ്പോൾ? അന്ന് മുതൽ ഡാൻസിനോടുള്ള ഭയങ്കര ഇഷ്ടമാണ്. ആ തുടക്കകാലം, അതായത് ആദ്യമായിട്ട് ഗുരുവിന് ദക്ഷിണ വെച്ച് ഡാൻസ് പഠിക്കാൻ തുടങ്ങി ഓർമ്മയില്ല, അത്ര ചെറിയ പ്രായത്തിലാണ്. ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ ഒരു വയസ്സിലാണ് എനിക്ക് ആദ്യമായി ചെലങ്ക എനിക്ക് ഒരു അങ്കിൾ സമ്മാനം ചെയ്ത്. സോ വിച്ച് മീൻസ് എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും ഞാൻ മൂവ് ചെയ്ത് കാണും, അത്രേ ഉള്ളൂ. കാര്യമായിട്ടുള്ള മൂവ്മെന്റ് അല്ലെങ്കിലും, പക്ഷെ അദ്ദേഹത്തിന് അത് തരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടികൾ ചെയ്യുന്ന മാതിരി എന്തെങ്കിലും ചെയ്ത് കാണും. അമ്മ പറയാറുണ്ട്, സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ നേരെ സ്ക്രീനിലേക്ക് ഓടും. സ്ക്രീനിലേക്ക് ഓടി ഞാൻ തിരിച്ചു നിന്നിട്ട് കളിക്കും. പാവം ഓഡിയൻസ്. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എൻ്റെ ഗുരു കലൈമാമണി എസ് നടരാജൻ മേലറ്റൂർ, അദ്ദേഹത്തിൻ്റെ അടുത്ത്, അതൊരു വലിയ ഭാഗ്യമാണ്. ഒരു മരുഭൂമിയിൽ അദ്ദേഹം അവിടെ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ മേലറ്റൂർ ഭാഗവത മേള നാടകത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനായി. അതെ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ദക്ഷിണ വെച്ച് ആദ്യം പഠിക്കുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ ബേസിക് അടവൊന്നും എനിക്ക് ഓർമ്മയില്ല. മേ ബി ത്രീ ഇയേഴ്സോ മറ്റേ ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ തുടക്കം ആദ്യം വീഴ്ചയിലാണ് തുടങ്ങുന്നത്. ഞാൻ വീഴ്ചയിലാണ് സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 വയസ്സില്ല. അപ്പം അന്ന് ഈ ബെഡ് കൊണ്ടുള്ള സ്റ്റേജാണ്. കളിച്ച് പുറകെ പോയി വീണ്ടും എണീച്ച് കളിച്ചു. സോ അന്ന് മംഗളാണ് ആദ്യം ചെയ്യുന്നതും. അപ്പോൾ ആൾക്കാർ പറഞ്ഞു മംഗളവും വീഴ്ചയും, പക്ഷെ ഐ എം സ്റ്റിൽ ഹിയർ, വിച്ച് ഇസ് എ ബിഗ് അതെ. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ നന്നായി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ യാത്രയെ കൂടുതൽ ഈസി ആക്കാനൊക്കെ സഹായിക്കും. ആ പ്രായത്തിൽ അതിനെക്കുറിച്ച് അറിവില്ലെങ്കിലും എവിടെയോ ഒരു ഇതിനാണ് മേതിൽ ദേവികയുടെ ജന്മം ഇതിനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? ആവാം, എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിപ്പോഴും ചെറുപ്പത്തിൽ വലിയ പേടി ഉണ്ടായിരുന്നില്ലേ കളിക്കാൻ. ഇപ്പൊ ഭയങ്കര ഇപ്പോഴാണ് ടെൻഷൻ. ഞാൻ പറയാം, നമ്മൾ അറിവ് കൂടുന്തോറും ടെൻഷൻ കൂടും. എന്താ വെച്ചാൽ ഒരുപാട് വേരിയബിൾസ് ആണ് അല്ലേ കളിക്കുമ്പോൾ. ചിലപ്പോൾ ലൈറ്റ് പോവോ, സ്റ്റേജ് മറ്റേ കൗസ്റ്റിക്സ് പ്രോബ്ലം ഉണ്ടാവോ, മൈക്ക് പ്രശ്നമാവോ, ആരെങ്കിലും തെറ്റിക്കോ. അപ്പൊ ഈ ഒരു അവയർനെസ് കൂടുന്തോറും പ്രശ്നങ്ങളുടെ അവയർനെസ് കൂടുന്തോറും ടെൻഷൻ കൂടും. എൻ്റെ ശ്വാസിക്ക, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആദ്യമായി സ്കൂളിൽ സ്റ്റേജ് ആദ്യം തന്നു അവര്. സോ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയത് ഒരു പാട്ടാണ്. അവര് അന്ന് കാസറ്റ് അല്ലേ, തിരിച്ചിട്ടപ്പോ വേറൊരു പാട്ടാണ് വന്ന്. അന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോ അന്ന് അത് വേറെ ഏതാണ് പറയാൻ ധൈര്യമൊന്നുമില്ല. 6 വയസ്സിൽ ഞാൻ പറയും ദാറ്റ് വാസ് മൈ ഫസ്റ്റ് കൊറിയോഗ്രഫി ഇംപ്രോംപ്റ്റു, വിച്ച് പ്രോബ്ലി മസ്റ്റ് ഹാവ് ബീൻ ഹോറിബിൾ. എന്നാലും ഇന്നും അതുകൊണ്ട് എനിക്ക് പാട്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. സ്വപ്നമൊക്കെ കാണും പാട്ട് നിന്ന് പോകുന്നതും, മുൻപുള്ള സ്വപ്നങ്ങളാണ് അതൊക്കെ. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് വൈകുന്നത്, ഡ്രസ്സ് മാറിയിടുന്നത്, പാട്ട് മാറ്റിയിടുന്ന എല്ലാം ഇപ്പോഴും പേടി സ്വപ്നം. ചേച്ചി പഠിച്ചുകൊണ്ട് പോയത് ക്ലാസിക്കലായിരുന്നോ? പിന്നെ പാട്ട് വന്നതും ക്ലാസിക്കൽ? ഞാൻ പഠിച്ചത് ജതിസരമായിരുന്നു, പാട്ട് വന്ന തില്ലാനയായിരുന്നു. അയ്യോ, അത് ലാൽഗുഡി സാറിന്റെ തില്ലാനയായിരുന്നു. എൻ്റെ അമ്മേ, എന്താ ഞാൻ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞു. അതാ ഇന്നിപ്പോ അങ്ങനെ എല്ലാവരും സ്റ്റോപ്പ് ആൻഡ് ഐ വിൽ സേ
അതെ 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 അതെ. അന്ന് പേടിയായിരുന്നു അതൊക്കെ പറയാൻ. നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ്. സ്റ്റേജിൽ കയറിയ പിന്നെ നമ്മൾ ചെയ്തിരിക്കണം. അതെ 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 അങ്ങനെ. And അത് കണ്ടിട്ട് ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ തന്നോ, അതെയോ കൊള്ളില്ലാതെയാണോ കളിച്ചത്? അങ്ങനെ ഓർമ്മയില്ല. എൻ്റെ അമ്മ നിൽക്കണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഒന്ന് നീ പറയായിരുന്നില്ലേ എന്നുള്ളത്. അഫ്കോഴ്സ് അതിന്റെ പെർഫെക്ഷൻ ഇല്ലായ്മ ഉണ്ടാവും. അതെ അതെ. അന്ന് പിന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആകെ മൊത്തം സ്കൂളിലായതുകൊണ്ട് നന്നായി തോന്നിക്കാണും. എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും എനിക്കത് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു നൃത്തത്തിൽ എപ്പോഴും പുതിയ പുതിയ പരീക്ഷണങ്ങൾ ട്രൈ ചെയ്യുന്നതും ആ ഒരു കലാരൂപത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ മേതിൽ ദേവിക എന്ന് പറഞ്ഞ ഡാൻസ്. ആക്ച്വലി ഞാൻ എൻ്റെ 21 ഇയേഴ്സ് മുതൽ ഞാൻ തന്നെ കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങി, പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിൻ്റെ. കുച്ചിപ്പുടി വളരെ നേരത്തെ തന്നെ എനിക്ക് ഭയങ്കര ഈസിയാണ് കുച്ചിപ്പുടി കൊറിയോഗ്രാഫി ചെയ്യാൻ. ഇറ്റ് കംസ് ഈസി. ഈ മോഹിനിയാട്ടത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ആ തനതായ മോഹിനിയാട്ടത്തിന്റെ ഒരു ചിട്ടവട്ടങ്ങളിൽ നിന്ന് മാറ്റി കുറച്ചും കൂടി ജനകീയമാക്കി മോഹിനിയാട്ടം എന്ന് പറയുന്നതിന്. അതെ, ആ നെറേറ്റോളജി നമ്മൾ പറയും, നെറേറ്റീവ് ടെക്നീക്ക്, അത് ശരിയാണ്. ആ നെറേറ്റീവ് ടെക്നീക്കിൻ്റെ ആദ്യത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മ്യൂസിക്കലി ഇൻവോൾവ് ആവണു എന്നാണ്. അപ്പോൾ എനിക്കൊരു കമ്പോസർക്ക് കമ്പോസ് ചെയ്ത് തരുന്നല്ല, ഞാൻ തന്നെ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി ഞാൻ തന്നെ ഇപ്പോഴത്തെ ചില വർക്കൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്ന മ്യൂസിക്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഈവൻ നമ്മൾക്ക് ഒരു ഇപ്പം നമ്മൾ കഥകളാണ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം. അപ്പോൾ കഥകൾ ചെയ്യുമ്പോൾ അവിടെ കഥാപാത്രങ്ങളുണ്ട്, കഥാസങ്കേതങ്ങളുണ്ട്. അപ്പം നമ്മൾ വളരെ ലൂസായിട്ട് ചെയ്യരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാവണനെയാണ് ചെയ്യുന്നത് വെച്ചാൽ രാവണനെ ഞാൻ പോർട്രേ ചെയ്യണം വെച്ചാൽ അദ്ദേഹത്തിന് വെറും ഒരു ഈവിളായി ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മൊത്തം ഒന്ന് മേ ബി ഹിസ് ലൈഫ് ഹിസ്റ്ററി ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ മെൻ്റലി എൻ്റെ ഇമേജസിൽ അദ്ദേഹം കറക്റ്റായിട്ട് സജീവമാകും. അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്, സ്ട്രെങ്ത് എല്ലാം കാണും. പിന്നെ ഏകദേശം ഞാനൊരു ഷെയ്ഡ് കൊടുക്കും, ആ ക്യാരക്ടർ ഷെയ്ഡ്. എന്നിട്ട് ഞാൻ പക്ഷെ പോർട്രേ ചെയ്യുമ്പോൾ എല്ലാം കൊണ്ടും ചെയ്യാൻ പറ്റില്ല. ആ എസെൻസ് മാത്രം ചെയ്യുമ്പോഴും ആൾക്കാർക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് ആക്ടിങ് എന്ന് പറയുന്ന ഒരു സോളോ ആക്ടർ അല്ലേ സ്റ്റേജിൽ, പെട്ടെന്ന് കുട്ടിയാവുന്നു. പിന്നെ പെട്ടെന്ന് ഒരു വളരെ പ്രൗഡായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ആ പ്രൈഡിന് തന്നെ ഷെയ്ഡ്സ് ഉണ്ട്. സട്ടിലാവാം, അഹങ്കാരത്തിന്റെ വളരെ സട്ടിലായിട്ടുള്ള കാണിക്കാണ്ട് ഒരു അഹങ്കാരമുണ്ട്. ചിലർ ഭയങ്കര പേട്രണൈസിങ് ആണ് അല്ലേ, നമ്മൾ അറിയില്ല. ചിലവർ അത് പളിച്ചെന്ന് കാണിക്കും അല്ലേ. സോ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ ക്യാരക്ടർ ഷെയ്ഡ്സ് കൊടുക്കുക എന്ന് പറയുന്നത്. ഇത് ഒരു മെന്റൽ പ്രോസസ് ഭയങ്കര ഉണ്ട് ഇതിന് പിന്നില്. പിന്നെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാം. നമ്മൾ ഒരു പ്ലെയിൻ ക്യാൻവസ് നമ്മുടെ മുമ്പിലുണ്ട്, അതിന്റെ കളേഴ്സ് മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മീഡിയത്തിൽ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, പറഞ്ഞാൽ പ്രശ്നമാവുന്ന പല കാര്യങ്ങളും ഇതിലൂടെ പറയാം. എപ്പോഴെങ്കിലും ചേച്ചി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇതുപോലുള്ള സൃഷ്ടികൾക്ക് ആളുകൾ ഒരു വിമർശനമായിട്ട് വന്ന് കോർണർ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. Thank God. You know why? Because I think I do my research well. And ഇനി അഥവാ നമ്മൾ ഒരു കോമൺ കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സാധനം, ഇപ്പം ഞാൻ എൻ്റെ അഹല്യ എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തത് ശരിക്കും നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അഹല്യ കല്ലായി. എൻ്റെ അഹല്യ കല്ലാവാൻ വഴിയില്ല, കല്ല് പോലെ ആയത്. ഞാൻ ഈ പാൻഡമിക് സമയത്താണ് ചെയ്തത്. അപ്പം ഏകദേശം ഐസൊലേഷൻ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളും കല്ല് പോലെയൊക്കെ ആവുന്നു. അപ്പം എനിക്ക് അപ്പോഴേക്ക് അപ്പൊ ഈ പെട്ടെന്ന് അഹല്യയെ കുറിച്ച് ആലോചിച്ചു. ഇവര് കല്ല് പോലെ ആയതായിരിക്കുമല്ലോ. പിന്നെ ഞാൻ ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തായാലും അഹല്യയെ പോലെ ഇത്രയും ഒരു തീവ്രമായിട്ടൊരു എസെറ്റിക്കിന്റെ വൈഫിന് ഇന്ദ്രനെ കണ്ടാൽ മനസ്സിലാവാണ്ടിരിക്കുകയോ? ഏത് സ്ത്രീക്കും മറ്റൊരാൾ ഭർത്താവിന്റെ വേഷത്തിൽ ഇത്ര ക്രേസിയാണോ? അപ്പൊ അവരെന്തായാലും മനസ്സിലാക്കി കാണും, അവർ വീണ്ടും കാണും. അപ്പോൾ പിന്നെ ശ്രീരാമൻ ഇത്രയും കാലം ഇങ്ങനെ തപസ് ചെയ്ത വ്യക്തിയെ ചവിട്ടുവോ? ഒരിക്കലും ഇല്ല. സോ ഇതെല്ലാം ഞാൻ എഴുതി വന്നപ്പം അധ്യാത്മരാമായണം മുതലൊക്കെ കല്ലാണ്. എൻ്റെ ഒരു സ്വപ്നത്തിലാണ് വാൽമീകി രാമായണം വായിക്കാൻ ഒരു ഇൻസ്ട്രക്ഷൻ. സ്വപ്നത്തിൽ വാൽമീകിയിൽ വായിച്ചപ്പോൾ എക്സാക്ട്ലി ദ സെയിം. അഹല്യ ഭസ്മം പോലെ ആയി തീരട്ടെ, അത് വികാരങ്ങൾ ഭസ്മം പോലെ ആയി തീരട്ടെ എന്നും അഹല്യ ഇന്ദ്രനെ കാണുന്ന ആദ്യ ക്ഷണത്തിന് മനസ്സിലാവുന്നുണ്ട് ഇന്ദ്രൻ. അവര് തമ്മിൽ ചേർന്ന പല നാളുകളിലും ഒരു ദിവസം ഗൗതമ മഹർഷി കണ്ടുപിടിച്ചു. പക്ഷെ ഭസ്മമായി തീരട്ടെ എന്ന് പറയുന്ന ഒപ്പം തന്നെ അങ്ങേര് റിപ്പൻറ്റ് ചെയ്യുന്നുണ്ട്. ഉത്തമ പുരുഷൻ വന്ന ഫൈനൽ വേർഡിക്റ്റ്
ശ്രീരാമൻ വരുമ്പോൾ വലം വെച്ച് ഇതാണ് ചെയ്യുന്നത്, നമസ്കരിക്കുക ചെയ്യുന്നത്. നമസ്കരിക്കുക. സോ ഓൾദോ ഇതിൻ്റെ ഒരു ഐഡിയ തോട്ട് നമ്മൾക്കൊരു ഐസൊലേഷൻ ഫേസിൽ വന്നതാണെങ്കിലും ഞാൻ മനസ്സിലാക്കി വാൽമീകി വളരെ ട്രൂ ആയിരുന്നു. ഒരു പക്ഷെ എഴുത്തച്ഛൻ അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ കൺസ്ട്രക്റ്റില് ഒരു മൊറാലിറ്റിയുടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് നോക്കി എഴുതിയ ഒരു സംഭവമാണ്. വാൽമീകി അഹല്യ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ പുഷ്പം പോലെ. അപ്പൊ ലക്കിലി വാൽമീകി ആർക്കും കുറ്റം വെക്കാൻ പറ്റില്ല, ആദി കവിയല്ലേ. അതെ അതെ അതെ. പക്ഷെ വാൽമീകി ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ ഒരു പക്ഷെ ഇങ്ങനെ എന്നെ ചിലപ്പോൾ ചെയ്തു അപ്പൊ വിമർശനം വന്ന എന്നെ. പക്ഷെ ഇത് ലക്കിലി നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സ് നമുക്ക് എപ്പോഴും ഒരു തന്നിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്കൊരു പെർഫോമൻസ് കാണാം. അതായത് ഒരു ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഒരു ഡാൻസ് പെർഫോമൻസ് കാണാൻ ചേച്ചിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. ഒരു അമ്മയും മകളുമാണ് ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്നത്. യെസ്. അപ്പോൾ അവരും ഇതുപോലെ തന്നെ നൃത്തം ഒരുപാട് സ്നേഹിക്കുന്ന, നൃത്തം പഠിക്കാനും അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന, മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ ആദ്യത്തെ ഒരു ടെലിവിഷൻ പ്രോഗ്രാമാണ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ ഇനിയായിരിക്കും ഒരുപാട് സ്വപ്നങ്ങൾ അവര് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ. യെസ്, നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സന്ധ്യ നമ്പ്യാർ ആൻഡ് വൈഗ നമ്പ്യാർ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാനില്ല, ഇങ്ങനെ പിങ്ക് ഡ്രസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഡോളുകൾ വരുന്ന പോലെ. അമ്മ മകൾ അല്ലേ. പക്ഷെ കണ്ടാ നമുക്കൊരു സിസ്റ്റേഴ്സ് ആയിട്ടൊക്കെ തോന്നും. ദൂരത്തുനിന്നൊക്കെ നമുക്ക് കാണുമ്പോ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇനി സ്കൂളില് ടീച്ചറാണ് കേട്ടോ, കോളേജിലെ ലെക്ചറാണ്. അപ്പൊ ഈ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഇടപെടുന്നോണ്ടായിരിക്കും ഇങ്ങനെ ഒരു കുട്ടിത്തം, ഇങ്ങനെ ലൈഫ് ലോങ് പ്രായം തോന്നുന്നേ ഇല്ല. താങ്ക് യു സോ മച്ച്. കുട്ടികൾ എന്താ പറയാറ്, കോളേജ് കുട്ടികൾ എന്ന് പറയാൻ കുറച്ച് കോളേജിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് സാരി മസ്റ്റ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ മെച്ചൂരിറ്റി സൽവാർ ഇടുന്ന സമയത്ത് ആയിരിക്കണം. ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? കോമേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. വീട്ടിൽ അമ്മ എങ്ങനെയുണ്ട്? വീട്ടില് നല്ലതാണ്, ഫ്രണ്ട്ലി ആണ്. പക്ഷെ അക്കാഡമിക്സ് വരുമ്പോ മനസ്സിലാവും, അക്കാഡമിക്സില് ബാക്കിയെല്ലാം ഫ്രണ്ട്ലി ആണ്. ആൻഡ് വൈഗയുടെ ഈ ഡാൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ? ഞാൻ കളരി പഠിക്കുന്നുണ്ട്, പിന്നെ മ്യൂസിക്. കളരി? ഓ ശരി. സ്റ്റേറ്റ് ലെവൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്, ആക്ടിങ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 8th. അപ്പൊ ചേച്ചി സകലകല വല്ലഭി ആവാനുള്ള ഇങ്ങനെ തുടക്കത്തിലാണ്. സകലകല വല്ലഭീസ് രണ്ടുപേരും. അതെ. അപ്പൊ ഇതാ നിങ്ങൾക്ക് ഒരു ലക്ക് കിട്ടിയിരിക്കുന്നത്, ചേച്ചിയുടെ മുന്നിലാണ് ഇന്ന് നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഡാൻസേഴ്സ് ആയതുകൊണ്ട് അവർക്കൊരു വലിയ സന്തോഷമായിരിക്കും. എക്സൈറ്റഡ് ആണ് മാമിന്റെ മുന്നിൽ പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ. ഭയങ്കര ഹാപ്പി. പഠിക്കുന്നുണ്ടോ? ക്ലാസിക്കൽ ഡാൻസർ ചെറുതിൽ മുതൽ ഞാൻ 3.5 years ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഡാൻസ് പഠിക്കാൻ വേണ്ടി. ഇപ്പം പെർഫോം ചെയ്തു. അത് തന്നെ ഇപ്പം മകളിലും. അപ്പൊ എന്താ ഒരു ഫ്യൂച്ചർ ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു കൊറിയോഗ്രാഫർ ആവണം. ഭയങ്കര ഒരു ഡ്രീമാണ്, ഡാൻസ് കൊറിയോഗ്രാഫർ. ദാറ്റ് ഇസ് മൈ പാഷൻ. എൻ്റെ ഒരു ഭയങ്കര ഡ്രീമാണ് സ്വന്തമായിട്ട് ഒരു കൊറിയോഗ്രാഫർ ആവണം എന്നുള്ളത്. നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ ഇവിടെ ഒരു രാധാകൃഷ്ണ ഒരു ഡുവറ്റ് ഡാൻസ് ആണ്. ഞാൻ കൃഷ്ണനായിട്ട്, മകള് രാധയായിട്ട് വേണം ചെയ്യാൻ പോകുന്നത്. ഏത് സോങ് അത്? ഒരു നീരദ സമനിയില എന്ന് പറഞ്ഞൊരു കീർത്തനം. അറിയാം. ഇത് ഞാൻ നീരദ സമനിയ ഊത്തക്കാടിന്റെ അല്ലേ? അത് ഒരു 20 years ഒരു ശ്രുതി ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഞാൻ കൊറിയോഗ്രാഫി. ആ കുട്ടിക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഫസ്റ്റ് കിട്ടിയ. അതിനുശേഷം ദിസ് പീസ് ബിക്കേം വെരി ഫേമസ്. അതിനുശേഷം ഒരുപാട് പേര് ചെയ്തു. രണ്ടാമത് ഇത് ഓരോ സ്റ്റേജിൽ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, വെരി നൈസ്. ആൻഡ് ഈ മോൾക്ക് എന്താണ് മോൾ എന്താ ആകണം? മകൾക്ക് എനിക്ക് തോന്നുന്നത് കളരി ഭയങ്കര ഇഷ്ടമാണ്. വെരി നൈസ്. കളരിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ആക്ടിങ് ഇഷ്ടമാണ് കൂടുതൽ. സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹങ്ങൾ. ഇന്ന് ശ്വാസിക എല്ലാം ഒരുമിച്ചിട്ടാണ്. യു ക്യാൻ ബിക്കം എവറിത്തിങ്. ഒരു കലയുണ്ടെങ്കിൽ നമുക്കെല്ലാം ആവാം. സോ യു ക്യാൻ. ആക്ടർ ഇസ് ഓൾസോ എ ഡാൻസർ ആൻഡ് മാർഷൽ ആർട്ടിസ്റ്റ് ആൻഡ് ഓട്ടോമാറ്റിക്കലി മറ്റേതും ഒക്കെ അങ്ങനെയാണ് വരും. ആൻഡ് ഇവർ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ഈ കളരി ഡാൻസ് അതൊക്കെ മിക്സ് ചെയ്യാനുള്ള ഒരു ചിന്താഗതി വന്നതല്ലേ. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ഒരുവിധം എല്ലാവരും കളരി പഠിക്കാൻ പോകും പെൺകുട്ടികൾ. ഞാൻ പഠിക്കുന്നുണ്ട്. ഇപ്പം മകളിലൂടെ എനിക്ക് ഇൻസ്പിറേഷൻ കളരി പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം അമ്മ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നല്ല സുന്ദരിയായിട്ട് ഉണ്ടല്ലോ. അമ്മയുടെ പേര് പറഞ്ഞില്ല? ലളിതാംബിക. ലളിതാംബിക.
ലളിതാംബിക എന്ന പേരിൽ തന്നെ ഒരു കലാകാരിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇഷ്ടമാണ്. ഇഷ്ടമാണ്. കൊച്ചുമകളാണോ അമ്മയാണോ കുറുമ്പി അമ്മൂമ്മയുടെ അടുത്ത് വരുമ്പോ? കുറുമ്പി മോള് സന്ധ്യ തന്നെയാണ്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ പറയണ്ട. അമ്മയുടെ അടുത്ത് വരുമ്പോ ലെക്ചറും ഇല്ല, ഡാൻസറും ഇല്ല, കളരിയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ പെർഫോമൻസ് കാണാം അല്ലേ? ആയിക്കോട്ടെ. യെസ്. അപ്പോൾ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? കൃഷ്ണനും രാധയുമായിട്ട് രാധയായിട്ടുള്ള ഒരു ഡുവറ്റ് പെർഫോമൻസ് ആണ്. ഓക്കെ, ശരി. അപ്പം രണ്ടുപേരുടെയും ആ നൃത്ത വിസ്മയം കാണാനുള്ള സമയമായിരിക്കാണ്. ഓൾ ദി ബെസ്റ്റ്. മധനി സാസ ഗമധനി നിധമ പാമഗ മധനി സാസ 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 മധനി സാസ ഗമധനി നിധമ പാമഗ മധനി സാ. നീരദ സമനീല കൃഷ്ണ ജയ നീരദ സമനീല കൃഷ്ണ ജയ ജയ നീരദ സമനീല കൃഷ്ണ മപാഹി നിഗമാഗമ വിനുദാ ഭവ ഭയഹരണ ചലിത ജയ നീരദ സമ നീല കൃഷ്ണ മപാഹി നരവര സ്തുതി രൂപവേഷ നവവ്രജ യുവതി സമേത 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 നാധിത്തരികിടതോം ധീത്തം കിടതക തരികിട നാധിത്തരികിടതോം ധീത്തം കിടതക തരികിട നീരദ സമനീല കൃഷ്ണ മപാഹി മകര കുണ്ഡലധരിത മഹനീയ വേഷ സകല ജന മുനിഗണ സമൂഹ മനമോഹ ಮರಘಡಿತ ಕರದಲ ಜ್ವಲ ಜ್ವಲಿದ ಜ್ವಾಲ
ಕರಕಡಿತ ಕರದಲ ಜ್ವಲ ಜ್ವಲಿದ ಜ್ವಾಲ ಸಾಸ ಮಧನಿ ಸಾಸ ಗಮಧನಿ ನಿಧಮ ಪಾಮ ಗಮಧನಿ 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 ಸಾಸ ಮಧನಿ ಸಾಸ ಗಮಧನಿ ನಿಧಮ ಪಪ್ಪ ಮಗಮಧನಿ ತಕ್ಕುದಿಂದಂ ತಕಿಟ ತರಿ ಧಣಕು ಗುಗುಂಧಣಕು ಡಿಂಗ್ ಡಿಂಗ್ ಕಿಟ ತಕಿಟ ತರಿಡಂ ತಕ್ಕುದಿಂದಂ ತಕಿಟ ತರಿ ಧಣಕು ಗುಗುಂಧಣಕು ಡಿಂಗ್ ಡಿಂಗ್ ಕಿಟ ತಕಿಟ ತರಿಡಂ ನೀರದ ಸಮ ನೀಲ ಕೃಷ್ಣ ಮಪಾಗೆ ചേച്ചി തന്നെ പറയൂ, ആ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കാനായിരിക്കും ഇവരിന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. നിങ്ങളത് ഭയങ്കര പാഷനറ്റായി ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതെ അതെ, രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത്, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു സൗഹൃദമൊക്കെ സ്റ്റേജിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടമാണ്, അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടമാണ് കൃഷ്ണനും രാധയും അല്ലെങ്കിൽ യശോദയും കൃഷ്ണനും ഒക്കെ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് കാണാനായിട്ട്. അപ്പോൾ അത് തന്നെ എടുത്ത് നിങ്ങൾ പെർഫോം ചെയ്തു, ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന് ഒരു സ്നേഹ സമ്മാനമുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. ദേവിക ചേച്ചി തന്നെ നിങ്ങൾക്ക് തരും. ജയ നീരദ സമനീല കൃഷ്ണ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ ഓഡിയൻസിനോട് ഒരു ബൈ ബൈ പറഞ്ഞാലോ? യെസ്. അപ്പോൾ now we are saying bye bye. This is Red Carpet. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.